വെൽക്കം മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വഴി നല്ല ഇരുട്ടായിരുന്നു. ആരുമില്ല, തിരക്കൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇറങ്ങി ഞങ്ങൾ ചേട്ടനും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരിടത്തേക്ക് ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ആഴാംകുളം അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പോയപ്പോൾ പൊന്നൂന് കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോകെ ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവൾക്ക് കാണാൻ ഒരുപാട് കൗതുകങ്ങളുള്ള കാഴ്ചകളുണ്ട്. ഞങ്ങൾ പോയപ്പോൾ പൂജ നടക്കുകയായിരുന്നു. എല്ലായിടത്തും പൂജ കഴിഞ്ഞ് പിന്നെ ഇത് ആഴാംകുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. തൊഴുത് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചുറ്റമ്പലത്തിൻ്റെ അവിടെ കയറി വരുന്നിടത്ത് തന്നെ വച്ച് കണ്ടു. നമ്മൾ അവിടെ പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ദീപം തൊഴുതുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ബാക്കിലോട്ട് ചെന്ന് തൊഴുത് എല്ലായിടവും ചുറ്റി തൊഴുതിട്ടുണ്ട്. ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത ഒരു ഭാരവാഹി വന്ന് പറഞ്ഞു, മുഖം അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉടനെ ഞാൻ അങ്ങനെ ആകത്തോട്ടല്ല എടുത്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി വന്നു, അദ്ദേഹം പോയി. എൻ്റെ കൂട്ടുകാരി വന്നു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതൊക്കെ അവരൊക്കെ കാണുന്നതാണ് ചാനൽ. ഞാൻ ഞാൻ ചിരിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നു. എന്നാലും നല്ല കൂട്ടുകാരാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം നമ്മുടെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ട്. നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നല്ല രീതിയിൽ പോകണം. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ, കുഴപ്പമില്ല. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് പറഞ്ഞത്. എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് പറയുന്നതിൽ എല്ലാത്തിലും ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും. പക്ഷേ ഞാനും കയറി വരും എന്നെനിക്കൊരു വിശ്വാസം. എന്തായാലും ഞാൻ അവിടെ നിന്നപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നോക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കിക്കോ. നമ്മുടെ ഏത് സങ്കടങ്ങളും ഏത് ദുഃഖങ്ങളും സന്തോഷമായാലും നമ്മൾ മറ്റൊരാളോട് പറയാൻ പറ്റാത്തതായാലും നമ്മൾ ചെന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏത് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ അത് കേൾക്കും ഇങ്ങോട്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് കേൾക്കും എന്നുള്ളൊരു വിശ്വാസം, അത് അത്ര തന്നെ. അപ്പോൾ അത് നമ്മുടെ മനസ്സിനൊക്കെ സമാധാനവും ശാന്തിയും എല്ലാം കിട്ടും. മറ്റേ കൂട്ടുകാരോടായാലും നമ്മൾ പറയുമ്പോൾ അവർക്ക് എത്രത്തോളം അവരുടെ ചെവിയിൽ എത്തണമെന്നില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് ഭഗവാൻ കേൾക്കും എന്നെനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെയാണ് ഞാനിവിടെ മടങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രിയിൽ ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങളങ്ങ് നടന്നു പോകുന്നു. കുറേ ദൂരമുണ്ട് നടക്കാനാണെങ്കിൽ. അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ ബസ് കിട്ടി. ബസ്സിലേക്കാണ് പോയത്. പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബസ്സൊന്നും കിട്ടിയില്ല. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട്, കിട്ടാത്തത് കൊണ്ടല്ല, അവിടെ നിന്ന് കുറച്ച് നേരം നിന്നാൽ കിട്ടും. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ചേട്ടനെടുത്ത് പറഞ്ഞു, പിന്നെ നമുക്ക് നടന്നു പോകാം. പ്രത്യേകതരം ജീവി ഇങ്ങനെ പോകും പോലെ. കാരണം ഞാനിങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തപ്പോൾ കടയിൽ അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നു. അപ്പം ഞങ്ങൾ പൊന്നൂന് അവിടെ ഈ സാധനങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് കയറി. അവൾ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ഒരു ബലൂണിലാണ് അവൾ ചോദിച്ചത്, മറ്റേ പാവക്കുട്ടികൾ അതിനാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തന്നെ വേണമെന്ന് ചേട്ടാ അത് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവളെ കയ്യിൽ നിന്ന് അഥവാ ഈ നൂല് പൊട്ടി കയ്യിൽ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ അതങ്ങ് പറന്ന് പോകത്തില്ലേ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് അത് വേണ്ട മക്കളെ, ലൈറ്റ് കത്തുന്ന ബോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാകുമ്പോൾ അവിടെ കിടക്കും. അങ്ങനെ ലൈറ്റ് കത്തുന്ന ബോളിന് അവളെ കയ്യിൽ ഞാൻ അടിച്ചേൽപ്പിച്ച്, 100 രൂപയാണ് അതിൻ്റെ വില. അടിച്ചേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ബോയും സാധനങ്ങളും വളയും എല്ലാം വാങ്ങി. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങളിങ്ങനെ തിരിച്ചിങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ വണ്ടിപ്പലഹാരം എല്ലായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ വണ്ടിപ്പലഹാരം എന്ന് പറയുമ്പം അങ്ങ് കമിഴ്ന്നടിച്ച് വീഴും. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ അത്രയും വലിയ ഒരിതില്ല, എന്തോ വലിയ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വണ്ടിപ്പലഹാരത്തിന് ഒഴിവാക്കിയിട്ട് പോപ്കോൺ വാങ്ങിച്ചു. അത് വാങ്ങിച്ച് അവർക്ക് കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വള്ളനെ അങ്ങ് നടന്നു. കുറച്ച് ദൂരം ഇങ്ങനെ വന്നു. മൊത്തത്തിലിങ്ങനെ ഒരു ആളില്ലാത്ത സ്ഥലം നോക്കി ഞാനിങ്ങനെ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കണം അതിശയത്തോടെ. ഇവർക്ക് വേറെ ജോലിയില്ല, ഇവളെന്തിനിങ്ങനെ
എടുപ്പിച്ചത് എന്നൊക്കെ ആയിരിക്കാം, എന്തോ എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അത് മൈൻഡാക്കാതെ ഞാൻ മുന്നോട്ട് തന്നെ പോയി. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച, എന്തോ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കുട്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് കൊണ്ട്, കൂടെ വരുന്നത് കൊണ്ട് അവിടെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് നോക്കിയിട്ട് വിളിക്കുകയാണ്, വരൂ 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 എന്ന്. അതിനകത്ത് കയറാനായിരിക്കും. പക്ഷേ കുഞ്ഞിനെ നമ്മൾ കൊണ്ട് തള്ളിയിട്ട് വല്ലതും പറ്റിപ്പോയാൽ അതിൻ്റെ പഴിയും കൂടെ ഞങ്ങൾ കേൾക്കണ്ടേ. എൻ്റെ മകളുടെ കുഞ്ഞാണ് എങ്കിലും നമ്മൾ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ട് അവളെ എത്തിക്കുന്നത് വരെ അവളുടെ ഉത്തരവാദിത്തം ഞങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, ആ വശത്തോട്ടേ പോയിട്ടില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് പേരെ ഞാൻ കണ്ടു, എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കോവിലിനകത്തായതുകൊണ്ട് നമുക്ക് ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല. അപ്പം പിന്നെ ഞാനെല്ലാം മടക്കി കെട്ടി ഉണ്ടാകാതെ അവിടെ വെച്ചോളൂ. പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഇതിലുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ടാറ്റാ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ.